പക്ഷെ ഒരു മോശം അവസ്ഥ വന്നപ്പോ നമ്മുടെ കുടുംബം നാട്ടുകാരുടെ മുന്നിൽ നാണം കെടരുതെന്ന് വിചാരിച്ച് എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യരുതെന്ന് കരുതിയിട്ട ആരാണ് ഇത്രയും വലിയ ത്യാഗം ചെയ്തത്? എന്നെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ആര്യൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കേട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇതാണ് സത്യമെന്ന് ആര്യൻ ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. എന്നെ രക്ഷിച്ച് എന്നെ ചേർത്ത് പിടിച്ച എന്റെ കുടുംബത്തിന്റെ മാനം കാത്ത ഒരാളെ ഞാൻ തിരിച്ച് സഹായിക്കണ്ടേ? അതിനൊരവസരം വന്നപ്പോഴാ എന്റെ കയ്യിലേക്ക് തിരിച്ചു കിട്ടിയ സ്വർണം പണയപ്പെടുത്തി ആര്യനെ സഹായിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഞാൻ സ്വർണം പണയം വെക്കാൻ പോയ കാര്യം സത്യമായിട്ടും ആര്യൻ അറിഞ്ഞിരുന്നില്ല. സ്വർണം തിരിച്ചു കിട്ടിയ കാര്യം ഇപ്പോഴായി വീട്ടിലുള്ളവർ പോലും അറിയുന്നത്. ഇതാണ് സത്യം. ഇതാണ് നടന്നത്. ചെറിയച്ഛ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞതാ സത്യം. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ വീട്ടുകാരോട് ശത്രുതയും പകയും വെച്ച് പുലർത്തരുത്. നിങ്ങൾക്ക് ദേവമംഗലത്തുകാരെ ശത്രുക്കളായിട്ട് കാണാം. പക്ഷെ ഞാൻ ദേവമംഗലത്തുകാരെ കാണുന്നത് എന്റെ ജീവൻ രക്ഷിച്ച മനുഷ്യരായിട്ടാ. നമ്മുടെ കുടുംബത്തിന്റെ മാനം രക്ഷിച്ചവരാ ഇവിടെ ഉള്ളവര്. അത് മറക്കരുത്. പച്ചക്കള്ളോ അമിത്ര പറയുന്നത്? ബാലനും ആര്യനും പറഞ്ഞു കൊടുത്ത കഥ അവള് കാണാപ്പാടം പഠിച്ചു പറഞ്ഞു. നിങ്ങളൊക്കെ അത് വെള്ളം തൊടാങ്ങ് വിഴുങ്ങി. കല്യാണ രാത്രി കാമുകനും ഒത്ത് ഗുരുവായൂർ കൊളിച്ചോടി പോകുന്നു. അവിടെ കാമുകൻ സ്വർണവും കൊണ്ട് കടന്നു കളയുന്നു. രക്ഷകയായി ഗോമതി വരുന്നു. ആര്യനോട് താലി കെട്ടാൻ പറയുന്നു. ആര്യൻ കെട്ടുന്നു. സിനിമയിൽ കാണിച്ചാൽ പോലും വിശ്വസിക്കാത്ത കഥ നടന്ന സംഭവമാണെന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കുന്നു. ഏട്ടൻ വന്ന കാര്യങ്ങൾ കുളമാക്കിയത് CI കള്ളനെ പിടിച്ച സത്യം തന്നെയാണെന്ന് ഏട്ടൻ തന്നെ പറഞ്ഞാ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. ആ CI എല്ലാം കൃത്യമായി എന്നോട് പറഞ്ഞതാ. CI അവര് സ്വാധീനിച്ചിട്ടില്ല എന്ന് എങ്ങനെ അറിയാം? എടാ, ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വർണം ദേവമംഗലത്ത് എത്തിയിട്ടില്ല. അഥവാ ആരും സ്വർണം കൊണ്ടുവന്ന അളിയനത് അവിടെ വച്ചേക്കേയില്ല. നേരെ ഇങ്ങെത്തിക്കും. നിർത്തടാ. നിന്നോടാരാ അഭിപ്രായം ചോദിച്ചേ? മാമൻ പറഞ്ഞത് സത്യം അങ്കിൾ. അർഹമല്ലാത്തതൊന്നും അച്ഛൻ തൊടില്ല. മോളെ, നീ ഇപ്പൊ ഇവിടത്തെ കുട്ടിയാ. ഞങ്ങളുടെ മോള. ചോറിങ്ങും കൂറങ്ങും എന്നുള്ള പരിപാടി വേണ്ട. അച്യുത, ഈ ഒരു കാര്യത്തില് എനിക്ക് ആര്യനോടൊരു മതിപ്പ് തോന്നുവാ. ഓ,
അവൻ എന്നാ കാരുണ്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ നീ ഇത്രയിന്നില്ല. വേണ്ട, ഇങ്ങനെ നമ്മളെ നാണം കെടുത്ത് ജീവിക്കുന്നതിൽ നല്ലത് അവള് മരിക്കുന്നത് തന്നെയാ. എന്തു പറഞ്ഞാ? എന്താടാ ഇത്? രണ്ടുപേർക്കും സ്വബോധം നഷ്ടപ്പെട്ടോ? അമ്മ തടയണ്ട, ഏട്ടൻ തല്ലിക്കോട്ടെ. മകളുടെ കഥകളൊക്കെ കേട്ടപ്പോ ഏട്ടനും ഏട്ടത്തെയും മരുമോനെ അങ്ങ് അംഗീകരിച്ചു. ഏട്ടൻ തല്ലിക്കോ. ഇപ്പൊ നന്ദിതേടത്തി പറയുന്നു ആര്യനോട് മതിപ്പ് കൂടിയെന്ന്. ആ ആര്യൻ എത്ര പ്രാവശ്യം അലോകിനെ തല്ലിച്ചതച്ചെന്ന് അറിയാലോ. വല്യച്ഛനോട് എനിക്ക് ബഹുമാനം തന്നെയാണ്. അതുകൊണ്ട് വല്യച്ഛൻ തല്ലിയ ഞാൻ എത്ര വേണമെങ്കിലും കൊള്ളും. എന്നാ എന്നോട് കാണിച്ചതിന് ആ ആര്യനെ ഞാൻ... ഹലോ, സോറി പറ. ഏട്ടനോട് സോറി പറ. ഞാനും ഏട്ടനും കൂടെ പുറപ്പുകളാ. ഏട്ടൻ പറയുന്ന എന്തും ഞാൻ അനുസരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. അത് പക്ഷേ അവിടെ തീരും. സോറി പറ. സോറി വല്യച്ഛ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. സോറി. മിത്ര എന്റെ സഹോദരിയാണ്. ആ സാഹചര്യത്തിൽ ആര്യൻ എന്റെ സഹോദരി ഭർത്താവും. സോറി. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. സോറി. മിത്ര എന്റെ സഹോദരിയാണ്. ആ സാഹചര്യത്തിൽ ആര്യൻ എന്റെ സഹോദരി ഭർത്താവും. സോറി. അച്യുതാ, നോക്ക്. പലവട്ടം ഞാൻ പറഞ്ഞതാ, ആ ബാലനോട് നമുക്ക് ദേഷ്യമുണ്ട്. ആ ദേഷ്യം അവസാനം വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആ വിരോധം എല്ലാവരോടും തീർക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. അത് മിത്ര ആര്യന്റെ ഭാര്യ ആയതുകൊണ്ടല്ല, അതിനു മുൻപും അങ്ങനെയാ. ആ നയത്തിന് മാറ്റമൊന്നുമില്ല. അച്യുത, എനിക്ക് ഒരു അപേക്ഷയുള്ളൂ. ദേവമംഗലത്തുകാരുമായിട്ടാണ് വഴക്ക്. ഈ വീട്ടിൽ നിങ്ങൾ ഒറ്റ മനസ്സോടെ ഇരിക്കണം. അതെ ഏട്ടാ, അനന്തേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. നീ ആരാടാ എന്നെ ഉപദേശിക്കാൻ? ധർമ്മേട്ടനൊരു കാര്യം പറഞ്ഞതാ. ധർമ്മേട്ട, ഞാൻ അച്യുതേട്ടന്റെ വശത്താ. പറയേണ്ടത് മുഖത്ത് നോക്കി തന്നെ പറയണം. മാമമ്മേ, ഒരിക്കൽ കൂടി നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടത്താൻ പറ്റിയില്ല. വരും. ആ ബാലൻ എന്റെ കൈ വന്ന് വീഴും. ബാലന് പണി കൊടുക്കും മുമ്പേ ആ ആര്യനൊരു പണി കൊടുക്കണം. അങ്കിളെ, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അങ്കിളിനെ, അപ്പച്ചിയും ആര്യനെയും ഏട്ടന്മാരെയും അങ്ങനെ എല്ലാവരെയും ഞാൻ നാണം കെടുത്തി. ഞാൻ എല്ലാവർക്കും മുൻപിൽ കള്ളം ചെയ്യുന്നവളുമായി. ഇതുവരെ എന്റെ അച്ഛനൊന്നും അറിയാതെ സൂക്ഷിച്ചിരുന്ന രഹസ്യങ്ങൾ എനിക്ക് വിളിച്ചു പറയേണ്ടി വന്നു. ആര്യന്റെ മനസ്സ്
എങ്ങനെയാ അതിന്റെ നന്മ എത്ര വലുതാണെന്നൊക്കെ ഞാൻ ഒരിക്കൽ കൂടി അറിഞ്ഞ ദിവസമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ആഭരണങ്ങൾ എന്റെ കയ്യിൽ കിട്ടുമ്പോൾ ആര്യനെ സഹായിക്കാൻ ഒരു അവസരം വന്നതിന്റെ ആവേശമായിരുന്നു. ആര്യനാവട്ടെ സ്വർണം ഒന്നും നോക്കിയത് പോലുമില്ല. എന്തൊക്കെ കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും ശരി, അതിൽ നിന്ന് ഒരു തരി സ്വർണം പോലും തൊടില്ല എന്നുള്ള സ്റ്റാൻഡിലായിരുന്നു ആര്യൻ. നേരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ താക്കീത് തന്നു. ലോകത്ത് അധികം ആരും ഈ രീതിയിൽ ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല. ഈ വീടിന്റെയും ഈ അച്ഛന്റെ ഒക്കെ ഗുണമാവും അത്. ആ സ്വർണം വീട്ടിൽ കൊടുക്കാത്തതിന് ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആര്യന്റെ വാക്കുകൾ ഞാൻ തെറ്റിച്ചു. അത് ഇത്ര വലിയ സംഭവമായി. അതിന് എല്ലാരോടും ഞാൻ മാപ്പ് ചോദിക്കുക. പാവം ചേച്ചി, എന്റെ ഈ കള്ളത്തരത്തില് ചേച്ചിയും കൂടി ഞാൻ പിടിച്ചിട്ടു. ക്ഷമിക്കണം, അല്ലെങ്കിൽ ശിക്ഷിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്ത് ശിക്ഷയും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അങ്കിൾ പറഞ്ഞു, എന്ത് ഞാൻ അനുസരിക്കും. ഏത് കാര്യത്തിലും ഞാനാണ് പലപ്പോഴും തീരുമാനം പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പൊ ഞാൻ മാറുക. നിന്റെ ആരിന്റെയും കല്യാണത്തിനും ഈ സ്വർണം ഉൾപ്പെടെയുള്ള കാര്യത്തിലും സാക്ഷിയും കാരണക്കാരിയും ഒക്കെ ഗോമതിയാണ്. അതൊക്കെ കൊണ്ട് തന്നെ ശിക്ഷ ഗോമതി തീരുമാനിക്കട്ടെ. അപ്പച്ചി, അന്ന് ഗുരുവായൂര് ഞാനെടുത്ത തീരുമാനം എത്ര നല്ലതായിരുന്നു, എത്ര ശരിയായിരുന്നു ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. ബാലേട്ട, നമ്മുടെ മോന്റെ സന്തോഷത്തിന് വേണ്ടി ഈ പാവം മോള് ചെയ്തത് കണ്ടില്ലേ? അതുപോലെ ഇത്രയും സ്വർണം മുമ്പിൽ വന്നിട്ടും അത് തൊടുക പോലും ചെയ്യാത്ത നമ്മുടെ മോന്റെ മനസ്സിന്റെ ശുദ്ധിയും നമ്മൾ തിരിച്ചറിയണ്ടേ? ഞാൻ ഗുരുവായൂരെടുത്ത ആ തീരുമാനം ശരിയായിരുന്നു എന്ന് നിങ്ങളെല്ലാം ഇപ്പൊ സമ്മതിക്കുന്നുണ്ടല്ലോ. ദേ, നീ പറഞ്ഞു നീ ഞങ്ങളെ നാണം കെടുത്തിന്ന്. ഇല്ല മോളെ, നീ ഞങ്ങളുടെ അഭിമാനം കൂട്ടുകയാ ചെയ്തത്. ആര്യന്റെ സ്വഭാവം എന്താണെന്നൊക്കെ അനന്തേട്ടനും അച്യുതേട്ടനും മനസ്സിലായല്ലോ. ഇതുവരെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതൊക്കെ വിളിച്ചു പറഞ്ഞത് നന്നായി. അച്യുതേട്ടന്റെ അഹങ്കാരം ഒന്ന് കുറയും. ചിലപ്പോ ഭഗവാൻ തന്നെയായിരിക്കും ഇതെല്ലാം വെളിവാകാൻ വേണ്ടി ഇങ്ങനെയൊരു രംഗം ഒരുക്കിയത്. ഗോമതി,
നിന്റെ തീരുമാനത്തെ ഞാനും അംഗീകരിക്കുന്നു. ഗുരുവായൂരിൽ നിന്ന് നീയും മീനാക്ഷിയും ചേർന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ഒരു മരുമോളെ അല്ല, മോളെ തന്നെയാ. ഗുരുവായൂരിൽ നടന്നതൊക്കെ നീ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. ഞങ്ങൾ അറിഞ്ഞു, അവര് പറഞ്ഞു. അത് നല്ലത് തന്നെയാ, ഒട്ടും വിഷമിക്കണ്ട. അല്ല, ആര്യന്റെ മുൻപില് മിത്രയെ പൊക്കി പറഞ്ഞു. എന്റെ ഭർത്താവിന്റെ മുൻപില് എന്നെ കുറിച്ച് 2 നല്ല വാക്കൊന്ന് പറഞ്ഞൂടെ? അത് ഞാൻ തന്നെ പറയാം. ദേ, എന്റെ ഈ ഭാര്യ വീടിന്റെ വിളക്കാണ്, ചൈതന്യമാണ്. പോരെ ആനന്ദേട്ടാ, ദേവിയെടുത്തെ കുറിച്ച് ആനന്ദേട്ടനും പറ. മിത്രയെ ആരും നാണിക്കേട്ടെന്നേ. അതെ, അവൻ സ്നേഹം പുറത്ത് കാണിക്കില്ലല്ലോ, ഉള്ളിൽ ഒതുക്കല്ലേ ചെയ്യാറ്. എനിക്കൊരു വിഷമേ ഉള്ളൂ. ഈ സന്തോഷത്തില് നമ്മുടെ കൂടെ കൂടേണ്ട 2 പേര്, അനുശ്രീയും ധർമ്മനും, ഇപ്പോ ദൈവമംഗലത്തിന്റെ ശത്രുക്കളുടെ കൂടെ കൂടിയിരിക്കുകയാണല്ലോ. അമ്മ പറയുന്നുണ്ടെന്ന് തോന്നരുത്. അമ്മയുടെ ഇളയ ഏട്ടനുണ്ടല്ലോ, ശ്രീമാൻ അച്യുതവർമ്മ ചേട്ടൻ. ഓ എന്റെ അമ്മേ, ഇന്ന് എന്തൊക്കെയായിരുന്നു കഥാപ്രസംഗം നടത്തിയത്. അവസാനം മിത്രക്കുട്ടിയുടെ പെർഫോമൻസിൽ ആള് കാറ്റുപോയ ബലൂൺ പോലെയായി. നമ്മള് കാശിന് വേണ്ടി ആർത്തി പിടിച്ച് നടക്കുന്നവരല്ല, അവരുടെ സ്വത്തും പണവും കണ്ട് മിത്രയെ അടിച്ചോണ്ട് വന്നതല്ല എന്നൊക്കെ മിത്ര തന്നെ പറഞ്ഞപ്പോ നമുക്കൊരു വില കിട്ടി. മിത്രയുടെ അച്ഛൻ പക്ഷെ പാവം. അദ്ദേഹം മാന്യമായിട്ട് ഇടപെട്ടത്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. അനന്തേട്ടൻ പണ്ടേ അങ്ങനെയാ, പക്വതയോടെ സംസാരിക്കൂ. എന്റെ പേടി അതല്ല, ഇളയച്ചൻ ഈ ദേഷ്യമൊക്കെ അനുശ്രീയോട് കാണിക്കുമെന്നാ. ആ പാവം ആകെ പെട്ടു നിൽക്കുമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു. അനുക്കുട്ടി അമ്മയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. മതി, അവളുടെ കാര്യം സംസാരിക്കണ്ട. അഹങ്കാരം കാണിച്ചു പോയതല്ലേ. എത്ര പേരുടെ സ്വപ്നം അവള് തകർത്തത്. ആ ജീവൻ എത്ര നല്ല ചെറുപ്പക്കാരനായിരുന്നു, അവൾക്കും ഇഷ്ടപ്പെട്ട ആള്. ഇന്ന് സന്തോഷമായി കുടുംബജീവിതം നയിക്കേണ്ടിയിരുന്നവളാ. എന്ത് ധൈര്യം വേണം. പരസ്യമായി താലി കെട്ടി വന്ന് ആ അലോകനൊപ്പം ഇറങ്ങിപ്പോയിരിക്കുന്നു. അന്ന് നിങ്ങൾ അവളെ ശ്രദ്ധിച്ചിരുന്നോ? ഒരു യുദ്ധം ജയിച്ചതുപോലെ അവള് നിന്നത്. അഹങ്കാരി. താലിയെടുത്ത് എല്ലാവരെയും കാണിച്ച് പ്രഖ്യാപിച്ചേക്കുന്നു അലോകമായി പ്രേമത്തിലായിരുന്നു, കല്യാണം കഴിഞ്ഞു. പാവം എന്റെ ബാലേട്ടൻ. ബാലേട്ടൻ കെട്ടിപ്പൊക്കിയതെല്ലാം ചീട്ട് കൊട്ടാനെ പോലെ വീണു പോയില്ലേ. ബാലേട്ടൻ ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലുവേ ഒരു തളർച്ച എപ്പോഴും ഉണ്ട്. പാവം ദേവി, അവള് കടയിൽ കൂടെ ഉള്ളത് കൊണ്ട് വീണു പോകുന്നില്ല. അല്ലമ്മേ, അനുശ്രീ നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ് അലോകിന്റെ കൂടെ പോയതെങ്കിലോ? ദേ, അവളോടുള്ള എന്റെ വിരോധം മാറാൻ നീ ഓരോ ഊഹങ്ങളും ഉദ്ദേശങ്ങളും ഒന്നും പറയണ്ട. അല്ല, ഞാൻ അവൾ അവളുടെ സന്തോഷം മാത്രമേ ചിന്തിച്ചുള്ളൂ. അവിടെ ആവുമ്പോ അവൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടല്ലോ. നമ്മളെക്കാൾ പണമുണ്ട്, ആർഭാടമുണ്ട്, പ്രതാപമുണ്ട്. പക്ഷേ ഇവിടുത്തെ സമാധാനവും ഐശ്വര്യവും സ്നേഹവും ഒന്നും അവൾക്ക് അവിടെ കിട്ടില്ല. ഉറപ്പാ. അതവള് മനസ്സിലാക്കും. ചേച്ചി, അന്ന് അനുശ്രീ നമ്മളോട് പറഞ്ഞ കാര്യം നമുക്ക് അപ്പച്ചിയോട് പറഞ്ഞാലോ? പറഞ്ഞു. പക്ഷേ അനുശ്രീയുടെയും ധർമ്മമ്മന്റെയും പുറകെ നീയും
കൃഷ്ണമംഗലത്തേക്ക് പോകാൻ തയ്യാറായിക്കോളാം പറയും. എന്താ പെറുപെറുക്കുന്നേ? രണ്ടും കൂടെ എന്നെ കുറ്റപ്പെടുത്തായിരിക്കും അല്ലേ? അല്ല, അനുശ്രീ എന്തുദ്ദേശിച്ച് അങ്ങോട്ട് പോയതെന്ന് എന്നെങ്കിലും തിരിച്ചറിയാൻ പറ്റണേന്ന് പറയായിരുന്നു. ഞാൻ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞ എന്റെ ബോഡി കാണാൻ പോലും അവളെ സമ്മതിക്കരുതെന്ന്. നിങ്ങളോടും കൂടിയാ പറയുന്നത്. അവളെ ഇങ്ങോട്ട് കയറ്റരുത്. മിത്രേ, വാ എണീറ്റ്. നമ്മളെ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. അമ്മ പറഞ്ഞു പറഞ്ഞ് കാട് കയറുക. അതുമല്ല, ദേവി എടുത്തി അച്ഛനും ആകാശമൊക്കെ കടയിൽ വരാൻ സമയേ. ദേ, ഞാൻ പറഞ്ഞതിന് ഉത്തരം തന്നിട്ട് നിങ്ങൾ പോയാ മതി. എന്റെ ശവശരീരം കാണാൻ അവള് വന്നാ നിങ്ങൾ കയറ്റുമോ? അമ്മേ, അമ്മ പറഞ്ഞ സംഭവം നടക്കാൻ മിനിമം ഒരു 100 വർഷമെങ്കിലും എടുക്കും. അമ്മ ചിരഞ്ജീവിയാ. മരിച്ചാലല്ലേ അന്വേഷിച്ച് വരേണ്ട കാര്യമുള്ളൂ. പിന്നെ ഒരു കാര്യം, അനുശ്രീ ആരാ എന്താന്നൊക്കെ എന്നെങ്കിലും അറിയും. അന്ന് അമ്മ വിഷമിക്കും. എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചു. അത്രയ്ക്ക് വലിയ തെറ്റാ ഞാൻ ചെയ്തത്. പക്ഷെ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയതേ ഇല്ല. മീനു ചേച്ചിയെ കണ്ടപ്പോഴും മീനു ചേച്ചിയും കൂടെ നിർബന്ധിച്ച് ഇതിൽ ഉൾപ്പെടുത്തിയപ്പോഴും ഒക്കെ ആര്യന്റെ സന്തോഷം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ആരോ പറയുന്ന പോലൊരു തോന്നല്. പിന്നെ സംഭവിച്ചത് എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ അവസാനം ഇങ്ങനെയൊക്കെയായി. ആര്യനെ നമ്മുടെ മരുമകനായിട്ട് അംഗീകരിച്ച് നാട്ടുകാരറിയെ കല്യാണം നടത്തി രണ്ടുപേരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാലോ? നമ്മുടെ മകള് ഇന്ന് ജീവിച്ചിരിക്കാൻ തന്നെ കാരണം ആര്യനല്ലേ? നിർത്തില്ല. നീ ആരാടി? വലിയ ജാൻസി റാണിയോ? ആണെങ്കി അച്ഛനോടും കൂടി ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തിനാ അച്യുതനോട് ആലോചിക്കുന്നത്? പക്ഷെ കല്യാണക്കാര്യം അച്യുതൻ എതിർത്താലോ?